Android programming. Dear students, today we will discuss about the basic introduction about Android programming. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് സിലബസ് ആയിരുന്നു. ബേസിക് നമ്മുടെ സിലബസ് ഒന്ന് ഓവർകം ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ സിലബസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെ മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസസ് മേ റീപ്ലേസസ് ദ പ്ലേസ് ഓഫ് PC ഇൻ ഫ്യൂച്ചർ. ഇന്ന് നമ്മൾ കാണുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ആ പ്ലേസ് അത് മാറിയിട്ട് എന്നതായി മൊബൈൽ ഫോൺ ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. അതായി തുടങ്ങി. ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഇപ്പം ആരും വീട്ടില് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ എന്താണ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ഇതെല്ലാവരും വാങ്ങുന്നത് മൊബൈൽ ഫോൺ ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വരുന്നത്. ഇപ്പൊ ഇന്നത്തെ ഓൺലൈനിലെ ക്ലാസ്സൊക്കെ എല്ലാവരും കാണുന്നൊക്കെ ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ അതൊക്കെ മൊബൈൽ ഫോണിലാണ് അത് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലല്ല ഓൺലൈൻ ക്ലാസ്. ഗൂഗിൾ മീറ്റ് ആയാലും അതുപോലെ സൂം ആപ്ലിക്കേഷൻ ആയാലും ഏത് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ ഏറ്റവും പെർഫെക്ഷൻ അതിന്റെ യൂസ് ചെയ്യാനുള്ളത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണ്. പക്ഷെ അതല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത്, മൊബൈൽ ഡിവൈസസ്. അപ്പൊ ആ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC അത് അവിടുന്ന് മാറിയിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇപ്പോൾ മൊബൈൽ ഫോൺ ഡിവൈസസ് ആയി മാറി കഴിഞ്ഞു. ആ ഫ്യൂച്ചറിലാകുന്നല്ല പറഞ്ഞത്, അതായി കഴിഞ്ഞു. നമ്മുടെ സിലബസ് പ്രകാരം അതാവുന്നാണ് പറയുന്നത്, പക്ഷെ അത് റീപ്ലേസസ് ആയി. ഓക്കെ. അപ്പോൾ അതിന് തന്നെ എല്ലാ കൺസെപ്റ്റുകളും ഇന്ന് നമ്മൾ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ, ഒരു മൊബൈൽ ഫോണിന്റെ കണ്ടന്റ് വെച്ചിട്ടാ. ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും, അതൊന്ന് കണ്ടു നോക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലേക്ക് പറഞ്ഞു തന്നെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു സ്ക്രീനിൽ എവല്യൂഷൻ ഓഫ് ഡെസ്ക് എന്ന് പറഞ്ഞ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറിന്റെ എവല്യൂഷൻ. ഈ ഒരു സ്ക്രീനിൽ ഈ ടേബിളിൽ ഒരുപാട് കണ്ടന്റുകൾ കാണുന്നുണ്ട് അല്ലേ, ഒരുപാട് കണ്ടന്റുകൾ ഈ വാളിലുണ്ട്. ഇത് നോർമൽ ഒരു ടേബിൾ ആയിരുന്നു. ഈ ടേബിളിലെ കണ്ടന്റ് ഇവിടെ PC ഇരുന്നുണ്ടോ, ഈ PCയുടെ ഇവല്യൂഷൻ ആണ് പറഞ്ഞിരുന്നത്. ഓരോരോ കാലഘട്ടത്തിൽ ഇതിന്റെ ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ എന്തെല്ലാം കണ്ടന്റ് ആണ് ഇതിന്റെ പോലെയുള്ള കമ്പ്യൂട്ടറായിട്ട് മാറിയിട്ട് സോഫ്റ്റ്വെയർസ് ആയിട്ട് മാറിയിട്ട് ചിന്തിക്കുക. ഇവിടെ നോക്കിയ താഴെ ഒരു ഇയർ പോകുന്നുണ്ട് അല്ലെ, 1981. 1981 ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉള്ളത്, ഈ ഒരു സിസ്റ്റം. അതുപോലെ ടേബിളിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി ഓരോ ഇയർ മാറുമ്പോഴും ഓരോ കൺസെപ്റ്റുകളും നമ്മൾ ഡിജിറ്റൽ രൂപത്തിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ താഴെ ഇതിങ്ങനെ സീക്ക് ചെയ്യുന്ന സമയത്ത്, മൂവ് ചെയ്യുന്ന സമയത്ത്, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഓരോ ഇയർ ഇങ്ങനെ മാറി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഒന്ന് ലാസ്റ്റ് ഈ വീഡിയോ കഴിയുന്നതോടുകൂടെ എന്താണ് ഈ ഒരു എത്രാമത്തെ ഇയറിൽ, ഏത് ഇയറിലാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഏറ്റവും ലാസ്റ്റ് വരുന്ന എത്ര ഇയറിലാണ് നോക്കുക. ആ ഇയർ ആണോടുകൂടെ ഈ ടേബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓരോന്നും ഡിജിറ്റലായി മാറിയിട്ടുണ്ട്, പക്ഷെ ഡിജിറ്റലായി മാറാത്ത 2-3 കാര്യങ്ങൾ ഉണ്ടാകും. അതെന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. എന്തായിരുന്നു കണ്ടില്ലേ, എന്തെല്ലാം കണ്ടന്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു അല്ലെ. അത്രയും കാര്യങ്ങൾ ആ ടേബിൾ ഉണ്ടായിരുന്നു. ഓക്കെ, 1980 അല്ലെ, 1980 ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു 2016 ആയതോടെ ഇങ്ങനെയായിട്ട് മാറും. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടെന്ന് നോക്കിയത്, ടേബിളിന്റെ മുകളിൽ ഒരു ലാപ്ടോപ്പ് ഉള്ളത്, വളരെ തിന്ന് ലാപ്ടോപ്പ് അല്ലെ. ഇതിൽ VGA പോർട്ട് ഉണ്ടാവില്ല, VGA പോർട്ടൊക്കെ ഒഴിവാക്കിയുള്ള ലാപ്ടോപ്പാണ്. VGA പോർട്ട് വെക്കണമെങ്കിൽ അതിന്റെ തിക്നെസ് കുറച്ച് അധികം ഉണ്ടായിരിക്കണം. തിന്നാണെങ്കിൽ മാത്രമേ ആ HDMI പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം. HDMI അത് വന്നു, VGA പോർട്ട് ഒഴിവായി. എന്നാൽ അത് വീഡിയോ മാത്രമേ ഉള്ളൂ, ഓഡിയോ കിട്ടില്ല. അപ്പൊ HDMI കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ കൂടെ അവിടെ കിട്ടും. അതുപോലെ തിന്നായിട്ടുള്ള ലാപ്ടോപ്പ് ഇറങ്ങുന്നത്. ദെൻ അതിനുശേഷം ഇവിടെ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പോ ഇത് 2016 ഈ 16 വരെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 16 ശേഷം ഈ ഒരു ലാപ്ടോപ്പ് കംപ്ലീറ്റ് മൊബൈൽ ഫോണിലോട്ട് വന്നു. ഇപ്പൊ മൊബൈൽ ഫോണിലാണ് എല്ലാ ഓപ്പറേഷനും വർക്ക് ചെയ്യുന്നത് അല്ലെ. മൊബൈൽ ഫോണിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്ത ഫോട്ടോ അതുപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇല്ലല്ലേ. നിങ്ങളുടേതായ ഒരു സിഗ്നേച്ചറും അതുപോലെ അതിൽ എഡിറ്റിംഗ് വർക്ക് നടത്തും.
ഈ എഡിറ്റിംഗ്, ഇപ്പോഴത്തെ എഡിറ്റിംഗ് ഫോട്ടോ കണ്ടാൽ മനസ്സിലാക്കുക എത്രയോ നല്ല ആപ്ലിക്കേഷൻസ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഒരു സ്റ്റുഡിയോയിൽ നല്ല സോഫ്റ്റ്വെയർ, നല്ല കപ്പാസിറ്റിയിലെ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വർക്ക് വളരെ 2-3 മിനിറ്റ് കൊണ്ടൊക്കെ കുട്ടികൾ വളരെ വളരെ നല്ല രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ട് അവർ സൈറ്റ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് പോലെ ഫോട്ടോ കാണും, അവർ 2 ഫോട്ടോ കൊടുക്കും, ഒറിജിനൽ ഫോട്ടോയും എഡിറ്റ് ചെയ്ത ഫോട്ടോയും കാണും. എന്തൊരു ഡിഫറെന്റ് അറിയും. അത്രയും രൂപത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഇന്ന് മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണല്ല, ആപ്ലിക്കേഷൻ ഉണ്ടാക്കണ, ഡെവലപ്പ് ചെയ്യണതാണ്. അല്ലാതെ ഒരാളെ അതുപോലെ ഉണ്ടാക്കുന്നില്ല. അത് ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള ആപ്ലിക്കേഷൻസ്, അതുപോലെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആർക്കും ഇതുപോലെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാ കണ്ടന്റും അതിനുശേഷം 2018 ഒക്കെ അവരോടുകൂടെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, ഫോണിലോട്ട് ഇൻബിൽഡ് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ അതും കംപ്ലീറ്റ് ആയി. അപ്പൊ ലാപ്ടോപ്പ് ഇവിടെ നിന്ന് പോയി അല്ലേ, മൊബൈൽ ഫോണോട്ട് വന്നു. ഈ മൊബൈൽ ഫോൺ കംപ്ലീറ്റ് എങ്ങോട്ട് മാറിയപ്പോ ഈ ഗ്ലാസ്ക്ക് മാറി, സൺഗ്ലാസ്. ഇത് സൺഗ്ലാസ് ആണ്, സൺഗ്ലാസ്ക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ സിറ്റുവേഷനിൽ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൺഗ്ലാസിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പൊ അടുത്ത് ആപ്പിളിന്റെ ഒരു ഫോൺ ഇറങ്ങാൻ പോവാ, ഞാൻ അതിന്റെ ഒരു ആഡ് ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടില്ലെന്ന് അറിയില്ല. ആ ഫോണിന്റെ കൂടെ തന്നെ ആപ്പിളിന്റെ ഒരു ഗ്ലാസ്. ഇതൊക്കെ ഗൂഗിൾ ഗ്ലാസ് കിട്ടില്ല, ഗൂഗിൾ ഗ്ലാസ് പോലെയുള്ള ഗ്ലാസ് അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ള കുറഞ്ഞ റേറ്റ്. അതിന്റെ ഫീച്ചേഴ്സ് കൂടുന്നതനുസരിച്ച് ഗ്ലാസിന്റെ റേറ്റ് കൂടും ചെയ്യും. അത് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക കണ്ടന്റ് ഒക്കെ. അപ്പൊ കംപ്ലീറ്റ് എങ്ങോട്ട് മാറിയപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ഗ്ലാസ്സിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്ന ആൻഡ്രോയിഡ് ആയതുകൊണ്ട് മൊബൈൽ ഫോണിന്റെ അവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ് ഇവിടെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നോക്കാം. സോ ഈ കൺസെപ്റ്റ് നോക്കി, ഓൾ ഇൻ വൺ പ്ലേസ്, എല്ലാ കൺസെപ്റ്റും ഒരു പ്ലേസിലേക്ക് മാറി. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യാൻ. സോ ആ മൊബൈൽ ഫോണിൽ കൺവേർട്ട് ചെയ്തു. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്ലേസ് എ വൈറ്റൽ പാർട്ട്, മെയിൻ പാർട്ട് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊരു ഡിവൈസും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. നമുക്കറിയാം, കമ്പ്യൂട്ടറിന്റെ കേസിൽ പ്രത്യേകിച്ച്. അപ്പൊ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഇതിൽ വേണം. ഒരു വാച്ച്, ഡിജിറ്റൽ വാച്ച് തന്നെ ഉണ്ടാവുന്നെങ്കിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, OS വേണം. അപ്പൊ അതേപോലെ കൺസെപ്റ്റ് ആണ് ഒരു മൊബൈൽ ഫോണിന്റെ കേസിൽ. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിന്റെ മെയിൻ പാർട്ട് എന്നാണ്. ഇവിടെ നോക്കിയേ, പ്രോസസർ അല്ലെ, നമുക്കറിയാം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസർ. ഈ പ്രോസസർ ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഇപ്പൊ യൂസ് ചെയ്യുന്ന ഏത് പ്രോസറാണ്? നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നതൊക്കെ IC ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ, IC ഇംപ്ലിമെന്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ്. അതൊരു ഡിവൈസ് ബിൽഡ് ചെയ്ത് വെക്കും. ആ ഡിവൈസുകളാണ് ഒന്നെങ്കിൽ ആപ്പിളിന്റെ ഡിവൈസ് ആകും, അല്ലെങ്കിൽ നോക്കിയ ഡിവൈസ് ആകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ്. ഞാൻ എക്സാമ്പിൾ ഇതിന് കണ്ടിട്ട് കൊടുത്തു മാത്രം കേട്ടോ. ഏതെങ്കിലും ഡിവൈസിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോസസറിനെ ആ ഡിവൈസിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. ഈ ഡിവൈസിൽ ചെറ്റി കഴിഞ്ഞാൽ ആ ഡിവൈസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കണം. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഏത് OS ആകും. മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകാം, ഗൂഗിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കാം, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കാം, എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് അതേ ഡിവൈസ് നമുക്ക് റോമിലല്ല, നമുക്ക് സാധാരണ ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണ്ടത് അത് ഇൻബിൽഡ് വർക്ക് ചെയ്യിപ്പിക്കും. സോ പ്രോസസറും ഡിവൈസും OS-ഉം. ഇനി എന്ത് വേണം? മിഡിൽ വെയർസ് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഹാർഡ്വെയറിന്റെ ഒരു പാർട്ട്, സോഫ്റ്റ്വെയറിന്റെ പാർട്ടും കൂടിയുള്ള ഭാഗമാണ്. നമുക്ക് യൂസ് ചെയ്യാൻ, നമ്മുടെ ആപ്ലിക്കേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മിഡിൽ വെയർ അത്യാവശ്യമാണ്. ആ മിഡിൽ വെയർ ആണ് ഫേംവെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഒരു കൺസെപ്റ്റ്. ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ വരും. മ്യൂസിക് ആയാലും, SMS ആയാലും, വാട്സപ്പ് ആയാലും, ഫേസ്ബുക്ക് ആയാലും ആപ്ലിക്കേഷൻ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ മിഡിൽ വെയർ ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഡിവൈസ് വേണം. ആ ഡിവൈസ് റൺ ചെയ്യിപ്പിക്കാൻ പ്രോസസർ വേണം. ഓക്കെ, ഇതിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മൊബൈൽ ഫോണിന്റെ ഡിവൈസ്. അപ്പൊ ഇതിൽ ഓരോന്നും പെർഫോമൻസ് നമുക്ക് ഇന്നത്തെ കാണുന്ന നമുക്കറിയാം. ക്യാഷ് മെമ്മറി എത്രയാണ്, അതിന്റെ L1 ക്യാഷ്, L2 ക്യാഷ് എത്രയാണ്, പ്രോസസർ ഏതാണ്, ഒക്ടാ-കോർ 16 കോർ ഒക്കെയാണ് ഇപ്പൊ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓരോ ഡിവൈസ്, വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ അത്ര കോറൊന്നും ഉണ്ടായിരിക്കില്ല, 12 കോർ ആയിരിക്കാം, ഇപ്പൊ അതിനും പഴയതായിരിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ വീട്ടിലുള്ള PC 12 കോർ പോലും ഇല്ല, സിംഗിൾ കോറാണ്. ഓരോരോ പ്രോസസർ കോഡ് കോറും, അതുപോലെ ഒക്ടാ-കോർ, മൊബൈൽ ഫോൺ ഒക്ടാ-കോർ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന 16 കോർ വരെ അവൈലബിൾ ആണ് പ്രോസസർ. ഡിവൈസ് കൺസെപ്റ്റ് ഇതൊക്കെ ഏതിൽ ഇംപ്ലിമെന്റ് ചെയ്യട്ടോ, ഇത് കോമൺ ആണ്. പ്രോസസർ ഏത് കമ്പനിയുടെ ഡിവൈസിലാണോ ഇൻബിൽഡ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ഡിവൈസിലാണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും ഇൻബിൽഡ് ആയിട്ട്. അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ ഏതെങ്കിലും ഡിവൈസിൽ ഫോണാണെങ്കിൽ അതിൽ OS ഉണ്ടായിരിക്കും. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. StarOS, iQOO ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഐബാൾ എന്ന കമ്പനിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടേതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിപ്പോ ഒരു ബേസിക് ആയിട്ട് ഐഡിയ പറഞ്ഞിരുന്നു മാത്രം. ക്ലിയർ? സോ ഓർത്ത് വെക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്ലേസ് എ വൈറ്റൽ പാർട്ട്. Then, a business alliance consisting of 47 companies to develop open standard for mobile devices.
ഒരു മൊബൈൽ ഡിവൈസസിന് ഒരു കോമൺ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതാണ് ഒരു 47 കമ്പനീസ്. ഇവരൊരു കൺസോർഷ്യം, ഒരു കൂടിയിരുന്ന ഒരു കമ്പനി, ഒരു 47 കമ്പനീസിന്റെ ഒരു എന്ന് പറയാം, ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരാണ് നമുക്ക് മൊബൈൽ ഫോണിന്റെ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കൺസോർഷ്യം ഓഫ് സെവറൽ കമ്പനീസ്. നമുക്കറിയാമല്ലേ ഈ ഒരു എന്താണ് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം അറിയില്ല, W3C. അതെന്താ യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റിന്റെ ബേസിക് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇന്റർനെറ്റ് വഴി നമുക്കൊരു മെയിൽ അയക്കണമെങ്കിൽ ആ മെയിലിന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കും. ആ ഇമെയിൽ അഡ്രസ്സിന്റെ ഫോർമാറ്റ് ഉണ്ട് അല്ലെ, യൂസർ നെയിം, ദെൻ @ ദെൻ സർവർ നെയിം ഡോട്ട് അതിന്റെ ഡൊമൈൻ നെയിം, ഇങ്ങനെയുള്ള ഒരു ബേസിക് സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ഒക്കെ ഇവരെ ഫോം ചെയ്യണം. ആ സ്ട്രക്ചറിൽ മെയിൽ അയക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ബേസിക് ഇവർ യൂസ് ചെയ്യുന്നത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കമ്പനീസ് ആണ് ഇതിനുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർവീസ് മാത്രമല്ല അതിന്റെ സ്റ്റാൻഡേർഡ് ഇവർ കീപ്പ് ചെയ്യുന്നു. ഇവരുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ ടു കൊമേഴ്ഷ്യലി ഡിപ്ലോയ് ഹാൻഡ്സെറ്റ് ആൻഡ് സർവീസസ് യൂസിങ് ദ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം. മെയിൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യും. മെയിൻ സർവീസ് അതുപോലെ ഹാൻഡ്സെറ്റുകളുടെ ഡിപ്ലോയ്മെന്റ്, ഈ ഒരു കാര്യങ്ങൾ അവർ എൻഗേജ് ചെയ്യാനുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാൻ പറ്റും, ഒരു മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോണിന്റെ ബേസിക് കൺസെപ്റ്റുകൾ, ബേസിക് കാര്യങ്ങളെല്ലാം ഈക്വൽ ആയിരിക്കും. ഓരോ കമ്പനികളും ഒരു ഡിഫറെന്റ് ആയിരിക്കില്ല, എങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ. നോക്കാം. നോക്കി, ഇതാണ് OH എന്ന കൺസെപ്റ്റ്. OH മീൻസ് എന്താണെന്ന് അറിയോ? ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ്. ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്നുള്ള കണ്ടുണ്ട്. ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പനി. ഈ ഒരു ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസിൽ ഉള്ള കാര്യങ്ങൾ ഹാൻഡ്സെറ്റ്, അതായത് ഹാൻഡ്സെറ്റ് മാനുഫാക്ചേഴ്സ് എല്ലാം ഇവർ വരും. അതുപോലെ സെമി കണ്ടക്ടർ കമ്പനീസ് എല്ലാം ഇതിൽ രജിസ്റ്റേർഡ് ആണ്. വേറെ ഒന്നാണ് കൊമേഴ്ഷ്യലൈസേഷൻ കമ്പനീസ്, അവരും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോഫ്റ്റ്വെയർ കമ്പനീസ് ഇൻക്ലൂഡഡ് ആണ്. മൊബൈൽ ഓപ്പറേറ്റേഴ്സ് അവരും ഇൻക്ലൂഡഡ് ആണ്. ഈ മെയിൻ കാറ്റഗറിയിലുള്ള എല്ലാ കമ്പനികളും ഈ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസിൽ അവൈലബിൾ ആണ്. ഇവരൊക്കെ കൂടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് അസൈൻ ചെയ്യുന്നത്. അത് മൊബൈൽ ഡിവൈസിന്റെ സർവീസസും സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. നോക്കി, നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങി വേറൊരു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങി, പഴയത് നിങ്ങളുടെ വീട്ടിലുണ്ട്. പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ അതിലേക്ക് പഴയ സിം കാർഡ് സ്യൂട്ടബിൾ ആണ് അല്ലെ. പഴയ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 വർഷം പഴയതാണെങ്കിൽ പോലും, ഇനി അതിനേക്കാൾ പഴയതാണെങ്കിൽ പോലും പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിലോട്ട് ആ സിം അവൈലബിൾ ആണ്, ചെയ്യാൻ കഴിയും. നാനോ സിം, മൈക്രോ സിം, നോർമൽ നമ്മുടെ സിം കാർഡ്. അപ്പൊ അത്രയും ലെവലിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് വരുന്നത് സിമ്മിന്റെ കണ്ടന്റോ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതൊക്കെ ഇടാണ്ട് സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. ആ സ്ലോട്ടിനെ ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഒരു CD നോക്കി, ഒരു CD ഡ്രൈവിൽ ഏത് CDയും കൊണ്ടുവന്ന് ഇടാൻ പറ്റും. എല്ലാ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന CDകളും സെയിം തിക്നെസ്സും സെയിം ഡയമീറ്ററും ആണ്. എങ്കിൽ ആ CD ട്രേയിലോട്ട് നമുക്കത് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അത് സ്റ്റാൻഡേർഡ് ആണ്. ആ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരം കമ്പനികളാണ്, ഈ OH കമ്പനികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞത്. ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നത്. എല്ലാ മൊബൈൽ ഫോണിന്റെ ബാറ്ററിയും ഒരുപോലെയാണോ? അല്ല. ഒരു മൊബൈൽ ഫോണിന്റെ ബാറ്ററിക്ക് വേറെ മൊബൈൽ ഫോൺ ചിലപ്പോൾ സൂട്ട് ആയിക്കൊള്ളുന്നില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ അല്ല ഇത് സിമ്മിന്റെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവരെല്ലാം ഈ OH സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. ബാറ്ററി ഒരുപോലെ ആയിരുന്നെങ്കിലോ എല്ലാ മൊബൈൽ ഡിവൈസിലും ഒരേ ബാറ്ററി വരും. കാരണം ബാറ്ററിന്റെ കപ്പാസിറ്റി, അതുപോലെ അതിന്റെ സ്റ്റോറേജ്, ഇതെല്ലാം ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ രൂപത്തിൽ അവർ അതിന്റെ മാനുഫാക്ചറിങ് നടത്തുന്നത്. ഇത് ഹാൻഡ്സെറ്റിന്റെ മാനുഫാക്ചറിങ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് സിം ഇടാനുള്ള സ്ലോട്ടുകൾ, ആ സ്ലോട്ട് എല്ലാം ഒരേ തിക്നെസ് ആയിരിക്കും. ഏത് സിമ്മും നമുക്ക് ഏത് മൊബൈൽ ഫോണിനും അറേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലാത്ത മൊബൈൽ ഫോൺ, CDMA മൊബൈൽ ഫോൺ അവൈലബിൾ ആണ്. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് അതിനും ഇതുപോലെ OH സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് രജിസ്റ്റർ ചെയ്ത കുറച്ച് കമ്പനികളുടെ ലോഗോ മാത്രം ഞാൻ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കി, നമുക്കറിയാവുന്ന ഒരുപാട് കമ്പനികളുണ്ടാവും. സെമി കണ്ടക്ടേഴ്സ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരിക്കും, മൊബൈൽ ഫോണിന്റെ ബേസിക് ഹാൻഡ്സെറ്റ് മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പല കമ്പനികളുടെ ചെറിയൊരു കൂട്ടാണ്, ഒരു ഏരിയയിൽ മാത്രം. ഇതല്ലാതെ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കുറെ കമ്പനികൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം കമ്പനികളുടെ ഒരു കൂട്ടം, അതാണ് അവരോടാണ് 47 ഡിഫറെന്റ് കമ്പനീസ് എന്ന് പറഞ്ഞത്. അതിന്റെ കൺസെപ്റ്റാണ് നമ്മളിവിടെ പറയുന്നത്. ഈ OH കണ്ടന്റുകളാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അതിലുള്ള കമ്പനീസിനാണ് നേരത്തെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഓക്കെ. മെയിൻ പ്ലേയേഴ്സ്, ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് സോഫ്റ്റ്വെയർ മൊബൈൽ ഫോൺ ഡിവൈസ് ഉണ്ടായിരിക്കുക? ബ്ലാക്ക്ബെറി, നമുക്കറിയാവുന്നതല്ല. ബ്ലാക്ക്ബെറി സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ iOS, ആപ്പിളിന്റെ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ, iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് മൊബൈൽ ഇപ്പൊ അത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല, കാരണം വിൻഡോസ് മൊബൈൽ അത്ര ഉണ്ടില്ല. ബ്ലാക്ക്ബെറി പോയി തുടങ്ങി. സിംബിയൻ ഫോൺ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ ഒക്കെ നിർത്തിയ അവസ്ഥയാണ്. സിംബിയൻ ഫോൺ വന്നതിന് ശേഷം ജാർ ഫയലൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു സിംബിയൻ മൊബൈൽ ഫോൺ. ഓക്കെ. ദെൻ
ആൻഡ്രോയിഡ് ഫോണും അതുപോലെ iOS ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫോണുകൾ. നമുക്ക് നമ്മുടെ പ്ലെയറിൽ ആരാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ്രോയിഡ് ആണ് നമ്മുടെ മെയിൻ പ്ലെയർ. ഏതാണ്? ആൻഡ്രോയിഡ്. നമുക്ക് ആൻഡ്രോയിഡ് നോക്കാം. വാട്ട് ഈസ് ആൻഡ്രോയിഡ്? എന്താണ് ഒരു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കേട്ടോ. വളരെ വളരെ ബേസിക് ആണ്. നമുക്ക് സിലബസിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ. ഇൻട്രൊഡക്ഷൻ എന്ന പാർട്ടാണ് പറഞ്ഞു വരുന്നത്. ആൻഡ്രോയിഡ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന കൺസെപ്റ്റ് ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്താണുള്ളത് ഇതിന് മുമ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് ഓപ്പൺ സോഴ്സ്. ബേസിക് ആയിട്ട് പറഞ്ഞെങ്കിൽ അതിന്റെ കോഡ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഒരു കോപ്പി എടുത്ത് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫോണിലൊക്കെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡെവലപ്പർ ഓപ്ഷൻ, ഈ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അതിലുള്ള കണ്ടന്റ് ചേഞ്ച് ചെയ്യാനും ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. നമുക്കതൊന്നും എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. ഡെവലപ്പർ ഓപ്ഷൻസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. മാത്രമല്ല നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നെയ്യോ മാറ്റി ഫേംവെയർ ഒക്കെ മാറ്റി പുതിയ ഫേംവെയർ റൂട്ടി എന്നൊക്കെ പറയാനുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ഫോണിൽ. പിന്നെ iOSന്റെ ഫോണുകൾ അത്രത്തോളം യൂസർ ഫ്രണ്ട്ലി അല്ല, പക്ഷെ യൂസ് ചെയ്ത് തുടങ്ങിയവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചതിന് അതിനുശേഷം ആപ്പിൾ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പ്രോബ്ലം വരുന്നത്. ഓക്കെ, നമ്മൾ ലിനക്സും വിൻഡോസും പോലെ തന്നെ ലിനക്സ് ഉപയോഗിച്ച ശീലമായവർക്ക് അത് മാത്രം മതി, വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ വിൻഡോസ് ഉപയോഗിച്ചതിന് ശേഷം ലിനക്സ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കേസിൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇറ്റ് ഈസ് എ മിഡിൽ വെയർ ആൻഡ് കീ അപ്ലിക്കേഷൻസ്. സോ ഇതൊരു മിഡിൽ വെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, നമ്മൾ സോഫ്റ്റ്വെയർ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു മിഡിൽ വെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റഡ് ബൈ ഗൂഗിൾ. ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണ് ആൻഡ്രോയിഡ്. ഓക്കെ, സ്പെസിഫിക്കലി ഫോർ യൂസ് ഓൺ മൊബൈൽ ഫോൺ ഡിവൈസസ്. മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ടാണ് ഇത് സാധാരണ ആൻഡ്രോയിഡ് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീടാണ് അത് മാറിയിട്ട് സ്മാർട്ട് വാച്ചിലേക്കും സ്മാർട്ട് ക്ലോത്ത്, നമ്മുടെ ഷൂവിൽ വരാറുണ്ട്, അതുപോലെ ക്ലോത്തിൽ വരാറുണ്ട്, ഡ്രസ് ഷർട്ടിൽ വരാറുണ്ട്. പല ഡിവൈസസും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏത് കൺസെപ്റ്റിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന കൺസെപ്റ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മൊബൈൽ ഡിവൈസ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്, കൊണ്ട് നടക്കാൻ കഴിയും. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞില്ല, മൊബൈൽ ഡിവൈസസ്, അത് ഏത് പറഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള കൺസെപ്റ്റിലോട്ടാണ് വന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റിലോട്ട് അത് വന്നു. മൊബൈൽ ഫോണിലോട്ട് മാത്രമല്ല, അതല്ലാതെ കൊണ്ട് നടക്കാൻ പറ്റുന്ന പല കീ ചെയിനിൽ വരെ നമുക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്ഷൻസ് വന്നു. ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ ഉണ്ടല്ലോ, വെഹിക്കിളിലൊക്കെ യൂസ് ചെയ്യുന്നു ആ ഡിവൈസിൽ തന്നെ. ഓക്കെ, സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, സിം ഇടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതും അവൈലബിൾ ആണ്. ദെൻ സെൽഫോൺ ആൻഡ് ടാബ്ലറ്റ്സ്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റിലാണ് സെൽഫോണും ടാബ്ലറ്റ്, അതിലാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡ്രോയിഡ്. നമുക്കറിയാം ആൻഡ്രോയിഡ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് അതിന്റെ ബേസിക് കൺസെപ്റ്റ് ലിനക്സ് ആണ്. ലിനക്സ് ബേസ്ഡ് 2.6 ആണ് അതിന്റെ കേർണൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിനക്സിന്റെ കാര്യങ്ങൾ അറിയാലോ, സാധാരണ വിൻഡോസിനെ പോലെയല്ല, കുറച്ചുകൂടെ പവർഫുൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും നമുക്ക് ലിനക്സിന്. അതുകൊണ്ട് തന്നെ ഈ ലിനക്സിന്റെ 2.6 കേർണലാണ് ആൻഡ്രോയിഡിന്റെ ബേസിക് കൺസെപ്റ്റ് കേർണൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മാനേജസ് പ്രോസസ്, മെമ്മറി ആൻഡ് ഡിവൈസ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസ് ഉണ്ടാവും ബേസിക് ആയിട്ട്. ആ ബേസിക് ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ചെയ്യും? പ്രോസസ് മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, IO മാനേജ്മെന്റ്, ഫ്രീ സ്പേസ് മാനേജ്മെന്റ്. ഈ കൺസെപ്റ്റുകളെല്ലാം ഈ ഒരു ആൻഡ്രോയിഡ് വർക്ക് ചെയ്യും. ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നോർമൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ജോബ് ചെയ്യുന്നുണ്ടോ ആ കൺസെപ്റ്റുകളെല്ലാം ഇവരും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് ഈസ് ബേസ്ഡ് on Java and all its applications are developed in Java. ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ബേസിക് ആയ കൺസെപ്റ്റ് ജാവയിലാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ് ജാവ. അതുകൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ജാവ അല്ലാത്ത സോഫ്റ്റ്വെയറുകൾ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അതാണ് ജാവ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജാവയിലാണ്. ജാവ അല്ലാതെ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യ കാലത്ത് ആൻഡ്രോയിഡ് ഇറങ്ങിയ സമയത്ത് ജാവയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരിക്കണം. ജാവന്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന രൂപത്തിൽ ജാവ യൂസ് ചെയ്തിട്ടായിരുന്നു ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ആ ജാവ ഒഴിവായിട്ട് വേറെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. ക്യാൻ ബി പ്രോഗ്രാംഡ് ഇൻ C++, ബട്ട് മോസ്റ്റ് ആപ്പ് ഡെവലപ്ഡ് ഇൻ ജാവ. അവിടെ പറയുന്നുണ്ട് C ഉപയോഗിച്ച് ചെയ്യാം, C++ ഉപയോഗിച്ച് ചെയ്യാം. അതിനേക്കാൾ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ആണ് ജാവയിൽ വരുന്നത് അല്ലെ. സിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് CPP വരുന്നത്. CPP-നേക്കാൾ അഡ്വാൻസ്ഡ് ആണ് ഇത് വരുന്നത് ജാവ വരുന്നത്. ഇപ്പൊ ജാവയിൽ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ റീസെന്റ് നമ്മൾ ചെയ്യുന്ന ഇത് ജാവ കൂടാതെ ആപ്ലിക്കേഷൻസ് വേറെയും ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജാവ ലൈബ്രറീസ് നമ്മൾ ഇവിടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജാവയുടെ കൺസെപ്റ്റ് വരുന്നത്. പഴയ കൺസെപ്റ്റുകളാണ് ഈ സിലബസ് കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്.
അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോകുന്നത്. പക്ഷെ അത് കൂടാതെ നമുക്ക് ഇപ്പൊ ഇൻബിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജാവ കൂടാതെ ഇപ്പൊ ആൻഡ്രോയിഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് എക്ലിപ്സ് ഉപയോഗിച്ച് ചെയ്യാം, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിച്ച് ചെയ്യാം, ഫ്ലട്ടറിൽ ചെയ്യാം. അതുകൂടാതെ വേറെ ഇന്റർഫേസ് ഉണ്ടെങ്കിൽ അതുപോലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു സിലബസ് ഓടുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇപ്പൊ കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജാവയിലെ കൺസെപ്റ്റ് ഒക്കെ പോയിട്ടുണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അതുകൊണ്ട് തന്നെ ഇപ്പൊ സി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, CPP വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവയില. മോസ്റ്റ് അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതും ജാവ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജാവ ഉപയോഗിക്കാൻ കാരണം അവർ പറഞ്ഞത് ജാവയിലെ എല്ലാ കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ജാവ ലൈബ്രറീസ്, ടെലിഫോണിക്, ഗ്രാഫിക്സ്, സ്പീച്ച്, വീഡിയോ, കണക്ടിവിറ്റി, UI പ്രോഗ്രാംസ്, ഈ ജാവയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ലൈബ്രറീസും നമുക്ക് ഇവിടെ ആൻഡ്രോയിഡിലും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ജാവ ഉപയോഗിക്കാൻ പറയാൻ കാരണം. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് ഹിസ്റ്ററിന്റെ ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.